നിന്റെയൊക്കെ യോഗം. നിന്റെ ഭാര്യയുടെ അച്ഛൻ കോൺട്രാക്ടർ അല്ലേ? നീ ഒരു 10,000 രൂപ അങ്ങനെ വാങ്ങിച്ച കളിയാ. ബാക്കിയോ? എടാ ബാക്കി ഞാനിവിടെ വൈഫിന്റെ അച്ഛനെ നിന്ന് മേടിച്ചോളാം. ഓ പിന്നെ ചെറിയ എമൗണ്ട് ഒക്കെ പ്രിയയുടെ അച്ഛൻ അറേഞ്ച് ചെയ്ത് തരും. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അച്ഛാ, കയ്യിലൊരു 5,000 രൂപ കാണോ? ഈ പ്രിയയുടെ സ്വർണത്തിന്റെ പലിശ അടയ്ക്കാനായിരുന്നു. 5,000 അല്ലേ? ആ, എന്റെ കയ്യിലില്ല. എന്നാ ഒരു 3,500 ഉണ്ടാവോ? എന്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ 800 രൂപയാ. ഇത് വേണമെങ്കിൽ മോനെടുത്തോ. 800 4,200 കുറവുണ്ട്. സാരല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓടേ. എന്നെ എന്തിനാ നോക്കുന്നേ? പാവം ചേട്ടൻ, ഇനി ബാക്കി പണം കൂടെ ഉണ്ടാക്കണ്ടേ? വേണം വേണം. ശങ്കരനൊത്ത ചക്കി തന്നെ നീ. പെണ്ണ് കാണുന്ന ചടങ്ങിനായി ഡോക്ടറോട് വാങ്ങിച്ച കാശിന്റെ ബാക്കിയാ, അതും പോയി. ശ്രീ എവിടെ പ്രിയേച്ചി? അവള് റൂമിലുണ്ട്. അവളിതുവരെ റെഡി ആയില്ലേ? അവള് റെഡിയാവുന്നുണ്ട് മോളെ. മോള് പോയി അവളെ ഒന്ന് സഹായിക്കേ. ശരി രാധമ്മേ. നോക്കിയെ കണ്ട് നീ പോയി ചായ ഉണ്ടാക്കണേ രാധമ്മേ. അവരിങ്ങനെ തറയി.